അമീറിൻ്റെ ക്യാമറയിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞത് ഏത് ജീവിയുടെ ഫോട്ടോകളായിരിക്കും ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്? ടൈഗർ. കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും ടൈഗേഴ്സിനോടാണ് താല്പര്യം. അപ്പോൾ ഈ പച്ച കളറുള്ള ഈ ബുഷിനകത്ത് അവനിരിക്കുന്നൊരു ഷോട്ട് അതെൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു. അതുപോലെ ആ മരത്തിലിരിക്കുന്നൊരു ഷോട്ട് ഞാൻ ഡ്രീം ചെയ്ത പോലെ ആ ഷോട്ട് എനിക്ക് കിട്ടുന്നു. എൻ്റെ ക്യാമറയിൽ അത് എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തത് കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ഡ്രീം ചെയ്തത് മാത്രമാണ്, എനിക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ച സാധനമല്ല. ടൈഗറിൻ്റെ ഒരു കംപ്ലീറ്റ് മേറ്റിംഗ്, ഈ അവരുടെ ഒരു എന്താ പറയുക ലവ് മേക്കിംഗ് മൊമെൻറ്റ്സുകളും അതുപോലെ അവർ അവസാനം അത് മേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വൈൽഡിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച സംഭവമല്ല. ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും ഫ്രസ്ട്രേഷൻ കൊണ്ടും മിസ്സായിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ പിന്നെ ഇതുപോലെ അങ്ങനെ ഒരു ഷോട്ട് കിട്ടിയിട്ടില്ല. വൈൽഡാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. മനുഷ്യൻ കാട്ടിലോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുവിധം ആനിമൽസിനൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഏത് സീസണിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മഴയുള്ള സമയത്ത് വെസ്റ്റേൺ ഗാർഡ്സിനകത്ത് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. പെർട്ടിക്കുലർ ആനിമൽ എന്നൊന്നുമില്ല, ഞാൻ എന്ത് കൊടുക്കും. എനിക്ക് മാനുകളൊക്കെ, ഞാൻ ബന്ദിപ്പൂരൊക്കെ ഈ വിൻ്ററിൽ പോകാറുണ്ട് മാനുകളെ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാരണം ഭയങ്കര രസമായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, റെഡ് കളറായിട്ടുള്ള ഗ്രാസ് ഉണ്ടാവും, ഗ്രീനും ഉണ്ടാവും. അതെൻ്റെ മൈൻഡ് എന്നെ കൺവിൻസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഗ്രീനും ആണ് കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ എക്സ്ട്രാ കയറി വരുന്ന വിൻഡേഴ്സിൻ്റെ കുറച്ച് കളേഴ്സുകൾ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ഇങ്ങോട്ട് നിന്ന് ബ്രോ അമേസിങ്, നിൻ്റെ ആ വീഡിയോ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പൊക്കി പറയില്ല, അത് എന്താ പറയുക, എക്സ്പേർട്സിനെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൂടെയുള്ള ആർക്കും ആ ലെപ്പേർഡിനെ അവരൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറാസും കമ്പനിയും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അവർക്കതൊന്നും തന്നെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെ കുഞ്ഞിനെ കാണുന്നുണ്ട്, നോക്ക്, ഡ്രൈവർ കാണിച്ചെന്നു, കാണില്ല ശരിക്ക്. ഞാൻ എൻ്റെ കണ്ണ് കണ്ടു, ഞാൻ ഒറ്റ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് കനോണിന് സംഭവം എന്ന് പറയില്ല കേട്ടോ. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഫോക്കസ് അണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ഫ്രണ്ടിൽ ഇതുണ്ടെങ്കിൽ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ. അപ്പം ഈ സമയത്ത് അവൻ എന്ത് ചെയ്യുന്നത്, അത് പെർഫോം ചെയ്തു. അപ്പം എനിക്ക് അവനോടൊരു പ്രത്യേക താല്പര്യം, അങ്ങനെ ഞാൻ അവനെ കിസ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. കാടിനെ അറിഞ്ഞ് കാട്ടിലെ മൃഗങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അമീർ KP ആണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അമീർ വിസ് ഫോട്ടോഗ്രാഫി അതാണ് കൂടുതൽ ഫാമിലിയർ. അപ്പം ഈ പേര് തന്നെ എങ്ങനെ മാറ്റി എന്നതിൽ നമുക്ക് തുടങ്ങാം. ഞാനൊരു സോഫ്റ്റ്വെയർ ഡിസൈനറാണ്, വിഷ്വൽ ഡിസൈനറും അതുപോലെ UX ഡിസൈനറാണ്. അപ്പം എന്താ പറയുക, ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് ഡിസൈനേഴ്സ് ആയിരിക്കുമ്പോൾ ഒരു യുണീക്ക് നെയിം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാനിട്ടൊരു പേരാണ് +2 പഠിക്കുന്ന സമയത്ത്. അത് എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി ആയി മാറിയപ്പോൾ വൈൽഡ് ലൈഫിലോട്ട് വന്നപ്പോൾ അതായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേരും. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊഫൈൽ, എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ വൈൽഡ് ലൈഫ് ആയപ്പോൾ പിന്നെ അത് മാറ്റണ്ടെന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, അത് അന്നിട്ടൊരു ജസ്റ്റ് ഒരു പേരെന്ന് മാത്രം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരുപാട് പേര് പാഷനേറ്റോട് കൂടി എടുക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം കാടിനെ അറിഞ്ഞ് കാട്ടിലെ മൃഗങ്ങളുടെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു നോർമൽ ഇപ്പം നാട്ടിലൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൾട്ടാണ്, കാരണം ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. അപ്പം കാടെന്ന് പറയുന്നത് ഇന്നും നമുക്ക് എല്ലാവർക്കും ഭയങ്കര മിസ്റ്റീരിയസ് തന്നെയാണ്. അപ്പം എത്രത്തോളം ഡിഫിക്കൾട്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എത്ര ഡിഫിക്കൽട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ഏത് കാട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കാട് എന്ന് പറയുമ്പം റിസർവ്ഡ് ഫോറസ്റ്റുകളുണ്ട്, ടൈഗർ റിസർവുകളുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ചെറിയ കുറ്റിക്കാടും കാടാണ്, അവിടെയും വൈൽഡ് ലൈഫ് ഉണ്ട്. അപ്പം നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി, അവിടെയുള്ള ആനിമൽസ്, എന്തൊക്കെ ആനിമൽസിന് അവിടെ കാണാം എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ സ്നേക്സ് ഉണ്ടാവും, അതുപോലെ പാമ്പുകളും തവളകളും പല്ലികളും ഒക്കെ ഉണ്ടാവും. അത് വൈൽഡ് ലൈഫ് ആണല്ലോ. അപ്പം അതിനെയൊക്കെ ഫോട്ടോ എടുക്കാനോ അതിനൊക്കെ കാണാൻ വേണ്ടിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയോ നമ്മൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക സേഫ്റ്റി മെഷർമെൻ്റൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി ചെയ്താൽ മതി. അതേസമയം ഒരു കടുവയൊക്കെ ഉള്ള ടൈഗർ റിസർവിനകത്ത്, ആനയൊക്കെ ഉള്ള ഒരു റിസർവിനകത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷറും കാര്യങ്ങളൊക്കെ ചെയ്ത്, എസ്പെഷ്യലി റിസർവ് ഫോറസ്റ്റിനകത്തും ടൈഗർ റിസർവിനകത്തൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച
അല്ലെങ്കിൽ അവർ അനുവദിച്ച സമയത്ത് അവരുടെ പാക്കേജിലോ മറ്റോ അവരുടെ സ്റ്റാഫുകളുടെ കൂടെ കൃത്യമായിട്ടുള്ള വൈൽഡ് ലൈഫിനെ കുറിച്ച് അറിയുന്ന ആളുകളെ കൂടെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാട്ടിലേക്ക് പോകുന്നു പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ കാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ടൈഗർ റിസർവ് ഫോറസ്റ്റുകളിലൊക്കെയാണ് ഒരുപാട് കാടുകളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നാൽ അമീറിൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുകയാണെങ്കിൽ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ ഒരു ഫോട്ടോ ഉണ്ട്, കാട്ടിലെ രാജാവിൻ്റെ ഫോട്ടോ എടുത്ത്. അപ്പം അത് ആക്ച്വലി എവിടെ ആയിരുന്നു? ഇപ്പം ഏഷ്യയിലെ തന്നെ ഗീർവനത്തിലാണ് സിംഹങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സിംഹങ്ങളുള്ളത്. അപ്പം അവിടെ നിന്ന് തന്നെ ആയിരുന്നോ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തത്? ഇല്ല, ഞാൻ കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും ടൈഗേഴ്സിനോടാണ് താല്പര്യം. അപ്പം സിംഹത്തിനോട് താല്പര്യമില്ല എന്നല്ല, സിംഹം ആൾസോ അടിപൊളിയാണ്. ആഫ്രിക്കയിലെ കെനിയ മസായിമാര നാഷണൽ പാർക്ക്, അവിടെ നിന്നാണ് സിംഹത്തിനെടുത്തത്. ഇന്ത്യയിലെ ഗിറിൽ ഇതുവരെ പോയിട്ടില്ല, പോകണം. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഗിറിൽ ഇതുവരെ പോകാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പം ടൈഗേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പം സിംഹങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുമ്പം സഫാരി വെഹിക്കിൾ അത്രയും നമ്മൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നാലും ഒരു കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ കാട്ടിലെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് മനുഷ്യർ കയറി ചെല്ലുന്നു. അപ്പം ശരിക്കും സഫാരി വെഹിക്കിൾസൊക്കെ അവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിക്കുകയാണോ, അതോ എങ്ങനെയാണ് അവർ അതിനെ വെൽക്കം ചെയ്യുന്നത്? സഫാരി വെഹിക്കിൾസോ അല്ലെങ്കിൽ ടൂറിസം സോണുകളുണ്ടാവും എല്ലാ ടൈഗർ റിസർവിനകത്തും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മനുഷ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഒരു കാടിൻ്റെ ഒരു ചെറിയ ഭാഗം ടൂറിസത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അവിടെയുള്ള മൃഗങ്ങളെ എല്ലാം ജനങ്ങൾക്ക് വണ്ടിയിൽ പോയി കാണാനുള്ള ഒരു സൗകര്യമാണ് ഈ സഫാരി എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആനിമൽസിന് ഒരു പക്ഷേ അത് ഡിസ്റ്റർബ് ആയിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു വലിയ കാടിൻ്റെ ആ വലിയ എക്കോസിസ്റ്റത്തിന് സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മണി ആ ഒരു ചെറിയ ഏരിയയിലുള്ള ഈ ഒരു പ്രവൃത്തി കൊണ്ട് ആ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ ജനറേറ്റ് ചെയ്ത മണി കൊണ്ട് ആ എൻ്റയർ ഫോറസ്റ്റിനെ സംരക്ഷിക്കാനും അവിടെ ഉള്ള സ്റ്റാഫുകളെയും അവിടെയുള്ള പുതിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ ആ ഒരു ജനറേറ്റ് ചെയ്ത മണി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നോക്കും, മനുഷ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കും. പിന്നെ അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഇതിനെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സഫാരി സോൺസ് എന്ന് പറയുന്നത്. 20% ഓഫ് ടൈഗർ റിസർവ് ഒക്കെ ആയിരിക്കും സഫാരി സോൺസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു നോർമൽ റിസർവ്ഡ് ഫോറസ്റ്റിനകത്ത് ചെറിയ കുറച്ച് ഏരിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അൺടച്ച്ഡ് ആയിട്ടുള്ള ഏരിയാസാണ്. അവിടെ മനുഷ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു റീസൺ. ഇനി ആനിമൽസിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സഫാരിയൊക്കെ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് ഇറിറ്റേഷനും അവർ ഭയങ്കര ഷൈ ആയിട്ട് ഓടിപ്പോകാനും പേടിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ വളരെ കാലങ്ങളോളം അവിടെ ജീവിച്ച ഒരു ആനിമൽ അവർ ഹാബിച്വേറ്റഡ് ആവും. എസ്പെഷ്യലി ഒരു ടൈഗറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഈ സഫാരി തുടങ്ങിയതിന് ശേഷം ഒരു സഫാരി സോണിൽ ജനിച്ചു എന്ന് വിചാരിച്ചു. അവർക്ക് ഈ സഫാരി വെഹിക്കിൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെയിലി കാണുന്നൊരു സംഭവമാണ്. അവരെ ഇതുവരെ ആ സഫാരി വെഹിക്കിൾ ആ ബോഡി അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ കംഫർട്ട്. ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ വന്നതുകൊണ്ട് അവരുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് മനുഷ്യൻ്റെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല. ചിലപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാം, ഇറിറ്റേഷൻ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ടൈഗർ റിസർവിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു സഫാരി ടൂറിസം സോണിനകത്തോട്ട് ഒരു വാണ്ടറിങ് ടൈഗർ, അതായത് ആ ഏരിയയിൽ ടെറിട്ടറി ഇല്ലാത്തൊരു ടൈഗർ വരുമെന്ന് വിചാരിച്ചോ. ആ ടൈഗർ ചിലപ്പോൾ ആദ്യം വെഹിക്കിൾ കാണുന്ന സമയത്ത് ഭയങ്കര വിയേർഡായിട്ടുള്ള ഇതൊക്കെ കാണിക്കും. അതായത് ഓടിപ്പോവും. അവൻ ഭയങ്കര പേടിയായിരിക്കും. വലിയ ടൈഗർ ആണെങ്കിൽ പോലും, വലിയ മെയിൽ ടൈഗർ ആണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യുന്നത് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അവൻ ഇത് കണ്ടിട്ടില്ല, അവൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയ സംഭവം കാണുമ്പോൾ അവന് പേടി, ത്രെട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അവനത് ഹാബിച്വേറ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ അവൻ സ്ഥിരമായിട്ട് ഈ സഫാരി വെഹിക്കിൾസിന് മുന്നിലോട്ടൊക്കെ വരും. ഇതാണ് ഒരു നോർമൽ സഫാരിയിൽ. പലപ്പോഴും പലരും തെറ്റിദ്ധാരണ ഇപ്പം മൃഗങ്ങളാണെന്നും പെട്ടെന്ന് കാണുമ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആനയൊക്കെ ആണെങ്കിൽ ആന ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അപ്പോൾ ഈ ആന പിന്നെ എവിടെയാണെങ്കിലും സഫാരി പോകുന്ന ടൂറിസം സോൺ ആയാലും കാടിൻ്റെ എവിടെയാണെങ്കിലും കാടിൻ്റെ പുറത്ത് നാട്ടിലാണെങ്കിലും ആനയുടെ അടുത്തൊക്കെ അടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ നല്ല ശ്രദ്ധിക്കണം. ആനക്ക് ഒരുപാട് സ്പേസ് നമ്മൾ കൊടുക്കണം. ആന നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഇവിടെ നാട്ടാനെ കാണാൻ പോകുന്ന പോലെ അടുത്തൊന്നും പോകാൻ പാടില്ല. പിന്നെ കാട്ടിനകത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, സ്റ്റാഫ് തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചേ പെരുമാറാൻ പാടുള്ളൂ. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇപ്പം ആനിമൽസ് ആണെങ്കിലും അവർക്ക് മനുഷ്യ സഹജമായ ബിഹേവിയർ അല്ലെങ്കിൽ ഇപ്പം ഫീലിങ്സ് ഒക്കെ ഉണ്ട്, നമ്മളെ മനസ്സിലാകും. ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയതാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാനായി നിന്ന് തരും എന്നൊക്കെ കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഒരു ആനിമലിനെ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് ശരിക്കും ആ ഒരു ഫീലിംഗ്? ഈ ഒരു അതായത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ മനുഷ്യനുള്ള അതേപോലെ തന്നെ ഫീലിങ്സ്
ആനിമൽസിനും ഉണ്ടാവും. ആനിമൽസ് മനുഷ്യനെ പോലെ ചിന്തിക്കും, അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും എന്നുള്ളത് മിക്കവാറും നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്നും പല വൈൽഡ് ലൈഫ് എക്സ്പേർട്സുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ ആനിമൽസിൻ്റെ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവരുടെ ഫുഡ്, അവരുടെ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയ സംഭവങ്ങൾ, അവരുടെ ആ ഒരു സ്പേസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീലിങ്സുകൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വായിച്ചതും കേട്ടതും. പിന്നെ അല്ലാത്ത അതിലപ്പുറമുള്ള ഫീലിങ്സ് ഒന്നുമില്ല. അപ്പം ഒരു ടൈഗർ നമ്മളിങ്ങനെ, അല്ല ടൈഗർ ഒരു ആനിമലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും എന്താ പറയുക, അതങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അവർ നമുക്കൊരു സ്പേസ് തന്നതാണത്. അതായത് ഒരു വെള്ളക്കെട്ടിന് അടുത്തോട്ട് ഞാൻ നടന്നോ അല്ലെങ്കിൽ ഒരു സഫാരി വെഹിക്കിളോ ചെല്ലുമ്പോൾ ആ ടൈഗർ അവിടെ നിന്ന് തരുന്നു, നമ്മളെ നോക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ വന്ന ടീം ഒരു ത്രെട്ടല്ല എന്ന് അവന് തോന്നുന്നു. അപ്പോൾ അവനവിടെ ഇരുന്ന് തരുന്നു. അത്രേ ഉള്ളൂ, ഒരു സ്പേസ് തരാന്നുള്ളതുള്ളൂ. ഇപ്പോൾ നാഷണൽ ജോഗ്രഫി ചാനലുകളിലൊക്കെ ഇപ്പം ആനിമൽസിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കാണുമ്പം പലപ്പോഴും റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ 2 കിളികൾ റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ രാജാവിൻ്റേതായിട്ടുള്ള ഒരു പ്രൗഢിയോടെ നിൽക്കുന്ന സിംഹം, അങ്ങനെ പല പല ഷോട്ടുകൾ നമ്മൾ ഈ നാഷണൽ ജോഗ്രഫി ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടണമല്ലോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ആനിമലിൻ്റെ ആണ്, അവർക്ക് അറിയേയില്ല, ചിലപ്പോൾ നമ്മൾ ഹൈഡായിട്ട് നിന്നുകൊണ്ടൊക്കെയാണ് അവരുടെ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ കാത്തിരിപ്പ് എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു വലിയ എന്താ പറയുക, സിനിമയിലൊക്കെ പറയില്ലേ 20 years എന്ന് ഒരു സിനിമയിലൊരു കമൻ്റ് ഉണ്ടല്ലോ, ഇന്ന് 20 വർഷം ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഓരോ ഷോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ആനിമൽസ് പെർട്ടിക്കുലർ സ്പീഷീസിന് വേണ്ടിയോ കാത്തിരിക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പെർട്ടിക്കുലർ സ്പീഷീസിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് എനിക്ക് വേണം, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ നോക്കി നടന്ന് കിട്ടുന്ന സ്ഥലത്ത് പോയി ഫെയിലായി എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ മൊറോൺ ക്രിയേറ്റീവ് സൈഡ്, എനിക്ക് സബ്ജക്റ്റ് അല്ല, സ്പീഷീസ് അല്ല പ്രശ്നം, എൻ്റെ ഫ്രെയിമാണ്. ഇപ്പം ഞാനൊക്കെ ആ ടൈപ്പാണ്. ഞാൻ ഒരിക്കലും സ്പീഷീസിൻ്റെ പിന്നാലെ പണ്ട് പോയിരുന്നു, പിന്നെ ഞാൻ നിർത്തി. എനിക്ക് ഫ്രെയിംസാണ്. ഞാനെപ്പോഴും ഒരു സബ്ജക്റ്റ് കാണുന്ന സമയത്ത് സബ്ജക്റ്റിനല്ല നോക്കുക, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നോക്കുക. എനിക്ക് മോറോൺ ലൈക്ക് എൻ്റെ വിഷ്വൽ എസ്തെറ്റിക് സൈഡാണ് ഞാൻ നോക്കാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുലി മരത്തിലിരിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഡ്രീമായിരിക്കും. അല്ലെങ്കിൽ ഒരു കടുവയുടെ മീറ്റിംഗ് ഷോട്ട്, അല്ലെങ്കിൽ ഒരു കടുവ എന്താ മരത്തിലിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത്, കടുവ മരത്തിൽ കയറുന്നത്. കടുവ റെയറായിട്ടേ മരത്തിൽ കയറുള്ളൂ, ചില ടൈഗർ റിസർവിലൊക്കെ സ്ഥിരമായിട്ട് കയറും, ചെറിയ കുറ്റി മരത്തിലൊക്കെ കയറും. അപ്പം ഇതൊക്കെയാണ് ഇതായിരിക്കും എൻ്റെ ഡ്രീം ചിലപ്പോൾ. അപ്പോൾ ചില ആളുകൾ സ്പീഷീസ് ആയിരിക്കും, ചില ആളുകൾക്ക് ഇതുപോലത്തെ ഒരു പെർട്ടിക്കുലർ ആനിമലിൻ്റെ ചില ഷോട്ടുകളായിരിക്കും, ചില ഫ്രെയിമുകളായിരിക്കും, ഹാബിറ്റാറ്റ് ഷോട്ടുകളായിരിക്കും. ചില ആളുകൾക്ക് പിന്നെ എന്താ പറയുക ആക്ഷൻ ഷോട്ടുകളായിരിക്കും. അപ്പം ഈ ഡ്രീം എന്ന് പറഞ്ഞാൽ വലിയ കാത്തിരിപ്പാണ്. ചില ഡ്രീംസുകൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഡ്രീംസിനെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പം ഡ്രീം ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പം എല്ലാ മൊമെൻറ്റും ഓക്കെ ആയി, അതായത് ക്യാപ്ചർ ചെയ്ത്, അതായത് ആ കറക്റ്റ് ഡ്രീമിൽ കണ്ട ആ ഒരു ഷോട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പം കണ്ണു നിറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും. അതായത് എനിക്ക് അങ്ങനെ കണ്ണു നിറയാന്ന് പറയുന്നത് ഞാൻ മിക്കവാറും എന്താ പറയുക എസ്തെറ്റിക് സൈഡാണ് നോക്കുന്നതുകൊണ്ട് മറ്റ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ പടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്കിങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഫ്രെയിമിങ് ഇങ്ങനെ മൈൻഡിൽ കൊണ്ടു കിടക്കും. അങ്ങനെ ഒരു സംഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതായത് കബനിയിൽ നാഗർഹോള ടൈഗർ റിസർവിനകത്ത് കബനി എന്ന് പറയുന്ന ടൂറിസം സോൺ ഉണ്ട്. അവിടെ പിന്നെ ഒരു ബ്ലാക്ക് പാന്തർ ഉണ്ട്. ഇപ്പോൾ അവൻ ആ ടൂറിസം സോണിലില്ല, അവൻ ഏകദേശം ഒരു 6-7 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവൻ ആ ടൂറിസം സോണിൽ വന്ന സമയം മുതലേ അവനൊന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അവൻ ആദ്യം ഉണ്ടായിരുന്നു അവനൊന്ന് ഫോട്ടോ എടുക്കണം എന്നായിരുന്നു. പിന്നെ ഡ്രീം മാറി. അതായത് അവനെ ഒരു പച്ചപ്പിൽ, അതായത് കബനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മാജിക്കലാണ്. ഈ മൺസൂൺ സമയത്തൊക്കെ പച്ച കളറായിരിക്കും. അപ്പോൾ ഈ പച്ച കളറുള്ള ഈ ബുഷിനകത്ത് അവനിരിക്കുന്നൊരു ഷോട്ട്, അതെൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു. അതുപോലെ അവൻ മരത്തിലിരിക്കുന്നൊരു ഷോട്ട്. അങ്ങനെ ഞാൻ 2019 എനിക്ക് ആദ്യമായിട്ട് ഇവനെ കിട്ടുന്നത്. സഫാരിക്ക് പോകുന്നു, ഇവനെ കാണുന്നു. ഞാൻ ഡ്രീം ചെയ്ത പോലെ ആ ഷോട്ട് എനിക്ക് കിട്ടുന്നു. എൻ്റെ ക്യാമറയിൽ അത് എനിക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തത് കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ഡ്രീം ചെയ്തത് മാത്രമാണ്, എനിക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ച സാധനമല്ല. അപ്പം അത് കണ്ടപ്പം എന്താ പറയുക ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ചില ഷോട്ടുകൾ. അതുപോലെ ടൈഗർ കബ്സിൻ്റെയൊക്കെ ഷോട്ടുകൾ എനിക്ക് ഇതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ ടൈഗറിൻ്റെ ഒരു കംപ്ലീറ്റ് മേറ്റിംഗ്, ഈ അവരുടെ ഒരു എന്താ പറയുക ലവ് മേക്കിംഗ് മൊമെൻറ്റ്സുകളും അതുപോലെ അവർ അവസാനം അത് മെയ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വൈൽഡിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച സംഭവമല്ല. അപ്പം അതൊക്കെ കണ്ട സമയത്ത് എന്താ പറയുക ഒരു ഫീലിങ്സാണ്. അതായത് ഡ്രീം കം ട്രൂ ആവുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരിത് വരും. അതാണ്
ഇപ്പോൾ പല മൊമെൻറ്റ്സും നമ്മളിപ്പം ഡ്രീമിൽ കണ്ട മൊമെൻറ്റ്സ് ഇപ്പം കാണുന്ന സമയത്ത് ആ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓവർ എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോയ എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും ഫ്രസ്ട്രേഷൻ കൊണ്ടും എന്താ പറയുക മിസ്സായിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അത് സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് കുറച്ച് സമയമേ ഈ ആനിമൽസൊക്കെ തരുള്ളൂ. അപ്പം നമ്മുടെ ഈ ഫ്രസ്ട്രേഷനും എക്സൈറ്റ്മെൻറ്റൊക്കെ മാറ്റി വെച്ച് നമുക്ക് എപ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇത്തരം ഷോട്ട് എടുക്കണം എന്നുള്ള ഒരു പ്രീ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറയുക ഇതുപോലത്തെ മിസ്സാവില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നെഗ്ലക്റ്റായിട്ട് എൻ്റെ തുടക്കകാലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ഏർലി മോർണിംഗ് ഒരു വിൻ്ററിൽ ഞാൻ കബനി ടൈഗർ റിസർവിനകത്ത് കയറിയ സമയത്ത് എൻ്റെ ക്യാമറയും കാര്യങ്ങളും ഒന്നും സെറ്റാക്കി വെച്ചിട്ടില്ല, ബാഗിലായിരുന്നു. ഞാൻ വിചാരിച്ചു ടൈഗറിനെ കാണുന്ന ഏരിയാസ് ഉണ്ട്, വലിയ എന്താ പറയുക ജാഡായിട്ടിരുന്നതാണ്. ടൈഗറിനെ കാണുന്ന സ്ഥലമുണ്ട്, അവിടെ എത്തുമ്പോൾ ടൈഗർ വരും, ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിരുന്നു. പക്ഷേ വണ്ടി സഫാരി സോണിലോട്ട് അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ റോട്ടിൽ ഒരു ടൈഗറും ചെറിയ കുഞ്ഞുങ്ങൾ, അതായത് 2 ആഴ്ച പ്രായമുള്ള ചെറിയ ഫർബേൾസ് എന്ത് ചെയ്യുന്ന റോട്ടിലിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മഞ്ഞ്. ഈ ഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ക്യാമറയും കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയായി സെറ്റാക്കി എടുത്തപ്പോഴേക്കും ഇവർ പോയി. കാരണം അവർ ചെറിയ കുഞ്ഞുങ്ങളാണ്. എത്ര ബോൾഡ് ടൈഗേഴ്സ് ആയാലും ചെറിയ കുഞ്ഞുങ്ങളായിട്ട് അവർ നടക്കുന്ന സമയത്ത് അവർ ഈ സഫാരി വെഹിക്കിൾസ് കണ്ടാൽ അവർക്കൊരു ചെറിയൊരു പേടിയുണ്ടാവും, കാരണം അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പോൾ ഉണ്ടല്ലോ ആ റോട്ടിലിരുന്ന സമയം വളരെ 3-4 സെക്കൻഡ്സാണ്. അവരത് കഴിഞ്ഞ് സ്കാറ്ററായി പോയി. എനിക്ക് എൻ്റെ ലൈഫിൽ പിന്നെ ഇതുപോലെ അങ്ങനെ ഒരു ഷോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ഇതാണ് എന്താ പറയുക, എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു തീരുമാനം അങ്ങനെയായിരുന്നു. പിന്നെ തന്നെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചില വീഡിയോ ഒക്കെ എടുക്കും. ഞാൻ വീഡിയോഗ്രാഫിയാണ് കൂടുതൽ ചെയ്യാറ്. വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ഷോട്ടുകൾ കണ്ട് എക്സൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നറിയോ, റെക്കോർഡ് ബട്ടൺ അമർത്താൻ മറന്നിട്ട് പോയ സമയങ്ങളും കരഞ്ഞ സമയങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രാമത്തെ വയസ്സിലാണ് അമീറിൻ്റെ കയ്യിലൊരു ക്യാമറ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ക്യാമറ ആയിരുന്നത്? എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫാദറാണോ എൻ്റെ അങ്കിളാണോ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, ഒരു യാഷിക്കയുടെ ക്യാമറയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. അതാണ് ആദ്യം കിട്ടിയ ക്യാമറ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഡിജിറ്റൽ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ സ്വന്തമായിട്ടൊരു ക്യാമറ വാങ്ങുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ +2 പഠിക്കുന്ന സമയത്തോടോ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നൊരു ക്യാമറ വെച്ചിട്ടാണ്. അപ്പം അവിടുന്ന് അന്നേ എനിക്ക് എന്താ പറയുക സിനിമാറ്റോഗ്രാഫിയോടും ഈ ഫോട്ടോ എടുക്കുന്നതിനോടൊക്കെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതൊക്കെ വലിയ എന്തോ സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. അതിപ്പോൾ അങ്ങനെ തന്നെ. ഒരു സിനിമ കാണുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളും അതിൻ്റെ കട്ടും ഷോട്ടുകളൊക്കെ ഞാൻ നോക്കാറ്. ആ ടൂറിസം സ്പോട്ടുകളിലേക്കാണെങ്കിൽ പോലും അൺഎത്തിക്കലായിട്ടൊക്കെ കയറി ഫോട്ടോഗ്രാഫിക്ക് ശ്രമിക്കുന്ന ഒരുപാട് പേരുള്ളൊരു ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഏത് നിമിഷത്തിലാണ് ചിലപ്പോൾ ഒരു അപകടം വരുന്നത്. കാട് ഓരോ 2 സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു. അപകടം വരാൻ ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഈ വൈൽഡ് ലൈഫിനെ കുറിച്ച് ഈ സാധാരണക്കാർക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർ, അതായത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ എന്തെന്ന് പറയുക ഈ കുറച്ച് ഡ്രാമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കാൽപ്പനിക ടൈപ്പ് സാധനം പറയുമ്പോൾ ആർക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളൊന്നും അറിയാതെ കാടിൻ്റെ ഫ്രിഞ്ചസിലൊക്കെ പോയിട്ട് എന്താ പറയുക കാടിനകത്തോട്ട് കയറിയും കാടിൻ്റെ ഫ്രിഞ്ചസിൽ പുറത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ക്യാമ്പ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ കാടിൻ്റെ ബിഹേവിയറോ അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ ആനിമൽസാണ് അവിടെ ഉണ്ടാവുക, ആന വരുന്ന സ്ഥലമാണോ ഒന്നും അറിയാതെ പോയി നിന്നിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ശരിക്കും കാട്ടിൽ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എത്രത്തോളം ഫ്രീ ആണല്ലേ, എത്രത്തോളം ഹാപ്പി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ? അതെ, അഗെയിൻ ഏത് കാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അനുസരിച്ചിരിക്കും. ഇപ്പം ആനയും കടുവയൊക്കെ ഉള്ള ഒരു വലിയ കാട്ടിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കന്നെ വേണം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പേടിക്കണം. അവിടെ വെനമസ് ആയിട്ടുള്ള സ്നേക്സുകളൊക്കെ ഉണ്ടാവും, നമ്മൾ പക്ഷേ ശ്രദ്ധിക്കില്ല. അപ്പം ആ ഒരു ബോധം വേണം നമുക്ക്. അതായത് വൈൽഡാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അവിടെയുള്ള ആനിമൽസ് ഏതാണെന്നും അതിൻ്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നും അത് എത്ര ദൂരത്താണ് നമ്മളെ അടുത്ത് നിന്നുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ബോധം, അതായത് അത് നമുക്കറിയില്ലെങ്കിലും നമ്മുടെ കൂടെ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പോൾ ഈ പറഞ്ഞ റിസർവ്ഡ് ഫോറസ്റ്റിനകത്തൊന്നും വെറുതെ കയറി പോകാൻ പറ്റില്ലല്ലോ, അവിടെ കൂടെ ആളുകളുണ്ടാവും. എല്ലാം അറിയുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും നമ്മളെക്കാട്ടിൽ അവർക്ക് അറിവുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ഗൈഡൻസൊക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആനിമലിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കൊരു ഹാപ്പിനെസ് വരും തീർച്ചയായിട്ടും. അതായത് നമുക്ക്
പേടി ഉള്ളിൽ വേണം, പക്ഷേ ആ സെയിം ടൈം നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്തായാലും കാണുന്ന സമയത്തായാലും ഒരു പെർട്ടിക്കുലർ വ്യൂ, അതിപ്പോൾ വൈൽഡ് ലൈഫ് ആവണമെന്നില്ല, വൈൽഡ് ലൈഫ് എന്നല്ല, പിന്നെ ആനിമൽസ് ആവണമെന്നില്ല, അതൊരു ലാൻഡ്സ്കേപ്പ് ആയാലും മതി, ഒരു മരമായാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയാൽ മതി, നല്ല കാറ്റടിക്കുന്നൊരു സ്ഥലം, പൂക്കളുടെ സ്മെല്ല്, ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അതിൻ്റെ ഹാപ്പിനെസ് കൊണ്ട് നടക്കാം. പക്ഷേ സെയിം ടൈം ഞാനൊരു ഇതുപോലത്തെ ആനിമൽസ് ഒക്കെ ഉള്ളൊരു കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ മാത്രം മതി. റീസെൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ എവിടെയോ കേട്ടതാണ്, ഇപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുമ്പം ഡ്രസ്സിനെ കൂടുതലായിട്ട്, അതായത് അനുയോജ്യമായ ഡ്രസ്സുകളുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക്, അങ്ങനെ കളറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സിൻ്റെ ഇതുണ്ട്, അതായത് കുറച്ച് ടോൺ ഡൗൺ ആയിട്ടുള്ള ബാമല്ലാത്ത കളറുകൾ ഇടുന്നത് നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ നടന്നൊക്കെ പോകുന്ന സമയത്ത് ഒരു ക്യാമഫ്ലോജ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആകുന്നത് നല്ലതാണ്. അതുപോലെ സ്പ്രേ സ്മെൽസ് വരുന്ന എക്സ്ട്രാ പുറത്തുനിന്ന് വരുന്ന സ്മെല്ല് വരുന്ന സ്പ്രേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ്. കാരണം മനുഷ്യൻ കാട്ടിലോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുവിധം ആനിമൽസിനൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ബിഗ് കാറ്റ്സ് അങ്ങനത്തെ ഇവരൊക്കെ ഓടിപ്പോകാനാണ് സാധ്യത. അധികം മനുഷ്യനായിട്ട് അടുക്കാൻ വലിയ താല്പര്യമൊന്നും അവർ കാണിക്കാറില്ല. കടുവകളായാലും പുലികളായാലും അങ്ങനെയൊക്കെയാണ് കണ്ടതും ആളുകൾ പറയപ്പെടുന്നതും ബുക്കിലൊക്കെ ഉള്ളതും എക്സ്പീരിയൻസ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം അവർ വന്ന് അറ്റാക്ക് ചെയ്യില്ല എന്നിട്ടോ, ചെയ്യില്ല എന്നല്ല, ചില സിറ്റുവേഷൻസ് ഉണ്ട് അവർ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സൈലൻ്റ് ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ കാട്ടിലെ ഓക്സിജൻ ആണെങ്കിലും ശ്വസിക്കുന്നത്, കാരണം മനുഷ്യൻ കയറാത്തത് കൊണ്ട് തന്നെ അത്രയധികം പ്യുവർ ആയിട്ടൊരു പ്ലേസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ തന്നെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് അത് ഭയങ്കര രീതിയിൽ ബാധിക്കും. കാരണം ലൈറ്റിംഗ് മാറുന്നത്, അല്ലെങ്കിൽ ഒരു മഴ വരുന്നത്, അങ്ങനെയുള്ള തടസ്സങ്ങളും ഉണ്ടാവാം. അപ്പം എങ്ങനെയാണ് ക്ലൈമറ്റ് ഈ ഒരു ഫോട്ടോഗ്രാഫീനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഏത് സീസണിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു എസ്തെറ്റിക് ലൈനിൽ ഫോട്ടോ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സീസൺസൊക്കെ അടിപൊളിയാണ്. അതായത് മൺസൂൺ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാടുകളും, അതായത് കേരളത്തിലുള്ള ഫോറസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ടൈപ്പ് സാധനങ്ങളാണ്. ഈ വെസ്റ്റേൺ ഗാർഡ്സിലുള്ള മിക്കവാറും സ്ഥലങ്ങൾ, വളരെ കുറച്ച് സ്ഥലങ്ങൾ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. അതായത് വേനൽക്കാലം വരുന്ന സമയത്ത് കാട് ഉണങ്ങുന്ന ഒരു സംഭവം. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ഏത് കാട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മഴയുള്ള സമയത്ത് വെസ്റ്റേൺ ഗാർഡ്സിനകത്ത് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. എസ്പെഷ്യലി പാമ്പും തവളയൊക്കെ ഫോട്ടോ എടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര മാജിക്കലായിരിക്കും. പ്രത്യേകിച്ച് അവരൊക്കെ ആക്റ്റീവായിരിക്കുന്ന സമയമാണ് ആ സമയം. നമ്മളിപ്പം ഒരു ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണെങ്കിൽ മൺസൂണിൽ ഭയങ്കര പച്ചയായിരിക്കും. അത് കഴിഞ്ഞ് അത് ഈ വിൻ്ററിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ലുക്കായിരിക്കും. കുറച്ച് പച്ച, കുറച്ച് യെല്ലോ, കുറച്ച് റെഡ് കളറുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എസ്തെറ്റിക് ലൈനിൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഈ വിൻ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ വിൻ്ററിലൊക്കെ ഒരു ബാക്ക് ഡ്രോപ്പിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ എടുക്കാറുണ്ട്. കാരണം എനിക്ക് പെർട്ടിക്കുലർ ആനിമലിനൊന്നുമില്ല, ഞാൻ എന്ത് കൊടുക്കും, എനിക്ക് മാനുകളൊക്കെ, ഞാൻ ബന്ദിപ്പൂരൊക്കെ ഈ വിൻ്ററിൽ പോകാറുണ്ട് മാനുകളെ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി. കാരണം ഭയങ്കര രസമായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും, റെഡ് കളറായിട്ടുള്ള ഗ്രാസ് ഉണ്ടാവും, ഗ്രീനും ഉണ്ടാവും. അത് കഴിഞ്ഞ് സമ്മറിലോട്ട് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഒരു യെല്ലോയിഷ് ടൈപ്പ് ആയിരിക്കും. ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റുകളൊക്കെ, മരങ്ങളൊക്കെ ഉണങ്ങിയിട്ട് ആ സമയത്തും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. ഞാൻ പേഴ്സണലി ഈ സമ്മറിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾ, ഈ ബിഗ് കാറ്റ്സിൻ്റെ കാര്യത്തിൽ സമ്മറിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഈ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ, അതുപോലെ തടോബ പോലത്തെ സ്ഥലത്തൊന്നും ഞാൻ സമ്മറിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് മോർ ഓൺ ഗ്രീൻ ആൻഡ് ബ്ലൂ ടോണാണ് എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തത്. എൻ്റെ ഫോട്ടോകൾ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ മൈൻഡ് എന്നെ കൺവിൻസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഗ്രീനും ആണ് കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ എക്സ്ട്രാ കയറി വരുന്ന വിൻഡേഴ്സിൻ്റെ കുറച്ച് കളേഴ്സുകൾ, ഇതാണ് എൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, മോർ ഓൺ വാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവർ ഈ സമ്മറിലൊക്കെ പോയിട്ട് അടിപൊളി ഫോട്ടോ എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നിൽക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശരിക്കും മുന്നിലൊരു കാർഡ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് പോയ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്തും. അപ്പം പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ഫോട്ടോസൊക്കെ ഇപ്പോൾ റയർ ഫോട്ടോഗ്രാഫി കാറ്റഗറിയിൽ, ഇപ്പം മലമുഴക്കി വേഴാമ്പലിനെയൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ചെന്നാൽ കിട്ടില്ല, അങ്ങനെ കുറേ ഫോട്ടോസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രീമിലൊക്കെ ഉണ്ടാവുമല്ലോ ഇനി എടുക്കണം എന്നല്ലെങ്കിൽ ഒരു റയർ ആയിട്ടുള്ളൊരു ഷോട്ട്, അങ്ങനെ ഒരു ഷോട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ സ്പീഷീസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് റെയർ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഷീസ് ലൈനിലോട്ട് പോകാറില്ല. എന്നാൽ പോലും
എനിക്ക് ഞാൻ കൂടുതലും ഈ മൺസൂൺ സമയത്തൊക്കെ എൻ്റെ കുറച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വൈൽഡ് ലൈഫ് ഈ ഹെർപ്പറ്റോളജിസ്റ്റുകളൊക്കെയാണ്. അവരുടെ സർവേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വോളണ്ടിയറിങ്ങിന് പോകും. എന്തെന്നറിയോ, ഈ തവളകളെയും പാമ്പുകളെയൊക്കെ ഫോട്ടോ എടുക്കാൻ. അപ്പം അതിലെടുക്കുന്ന ഒരുപാട് തവളകളും പാമ്പുകളും ഒക്കെ റെയറായിട്ടുള്ളത് ഉണ്ടാവാറുണ്ട്. അത് ഞാനൊരിക്കലും അതിൻ്റെ ആ ഒരു റെയറിറ്റി നോക്കാറില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ അതിൻ്റെ എസ്തെറ്റിക് സെൻസ് നോക്കാറ്. എനിക്ക് ഇപ്പോഴും എന്താ പറയുക, എൻ്റെ ഈ എസ്തെറ്റിക് ലൈനിൽ നോക്കുമ്പം ഒരുപാട് ഷോട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈഗറും ചെറിയ കുഞ്ഞുങ്ങളിരിക്കുന്നൊരു ഷോട്ട് എൻ്റെ കയ്യിലില്ല. എൻ്റെ അടുത്ത് ഞാനൊരു 120+ ടൈഗേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ടൈഗേഴ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഷോട്ട് എൻ്റെ കയ്യിലില്ല. അതുപോലെ മരത്തിലിരിക്കുന്ന ഒരു ടൈഗർ, ഇതൊന്നും ചില ആളുകൾ വിചാരിക്കും എന്താ മരത്തിലിരിക്കുന്നാലും നിലത്തിരിക്കുന്നു. പക്ഷെ അത് നമ്മളൊരു പേഴ്സണൽ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡ്രീമാണ്. അപ്പം അതൊക്കെയാണ് എൻ്റെ ഡ്രീംസ്. അമീറിൻ്റെ ക്യാമറയിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞത് ഏത് ജീവിയുടെ ഫോട്ടോകളായിരിക്കും ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്? ടൈഗർ തന്നെയാണ്. അതെ 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 അത് അങ്ങനെയാണത്. കാരണം ഞാൻ എൻ്റെ വൈൽഡ് ലൈഫ് ജേണി ഒരു ടൂറിസ്റ്റായിട്ട് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് പോയ സ്ഥലം കബനി എന്ന് പറയുന്ന നാഗർഹോള ടൈഗർ റിസർവ്. അവിടെ ഞാൻ ആദ്യം 2013 പോയത്. അന്ന് എനിക്ക് കണ്ടത് ഒരു ടൈഗറിനെയാണ്. അതും വെറും ടൈഗറല്ല, ഒരു ടൈഗർ ഒരു കാട്ടുപോത്തിനെ കൊല്ലുന്നൊരു ഷോട്ടാണ്. അത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. അന്നൊക്കെ ഭയങ്കര റെയർ. കാരണം ആരെടുത്തോ അതിൻ്റെ ഫോട്ടോ ഒന്നും വളരെ റെയറായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയാണ് ഇത്. പിന്നെ ടൈഗേഴ്സിനോട് ആളുകൾക്കൊരു വലിയ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇപ്പം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, യങ്സ്റ്റേഴ്സ് ആണെങ്കിലും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് കയറി വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഓഫ് കോഴ്സ് ഇത് പാഷനേറ്റഡ് ആണ് എങ്കിലും ഒരുപാട് ഇപ്പോൾ ക്വാളിറ്റീസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ പാഷനായിട്ടോ എടുക്കുന്ന ഒരാൾ? പ്രൊഫഷനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആർക്കും ഒരു പുതിയ ഒരാൾക്ക് നല്ലത്. അത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഏത് ഡോറിലൂടെയും വരാം. നമ്മുടെ ഓപ്പറേഷൻ നമുക്ക് ഒരുപാട് ക്യാഷും കാര്യങ്ങളും അതുപോലെ തന്നെ ആക്സസിബിൾ ആണെങ്കിൽ ടൈഗർ റിസർവിലോട്ടോ റിസർവ്ഡ് ഫോറസ്റ്റിലോട്ടോ ടൂർ പോയിക്കോളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും നല്ലതാണ്, അവർക്ക് കുറേ ക്യാഷ് കിട്ടും. നിങ്ങളടുത്ത് ക്യാഷ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ പോയി ചെയ്യാം. നിങ്ങളടുത്ത് അതൊന്നുമില്ല, വലിയ ക്യാഷും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ക്യാമറ ഉള്ളത്, വീടിൻ്റെ ബാക്ക് ഡോർ തുറന്നോളൂ, നടന്നോളൂ. 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 ഡോറിലൂടെ പോയാലും കിടിലം ഫോട്ടോസ് എടുക്കാമെന്നും. അത് ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണല്ലോ ഫോട്ടോ ഇടുന്നത്, അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അതാണ് രസം. അവിടുന്ന് മാത്രമല്ല, ടൈഗറിന് എടുക്കുന്ന ഫോട്ടോ മാത്രമല്ല, ടൈഗറിനൊന്നും ഇപ്പം ആളുകൾ അത്ര നോക്കാറില്ല, കാരണം ഇഷ്ടം പോലെ ഉണ്ട്. അതിന് പകരം നമ്മളിപ്പോൾ വീടിൻ്റെ ബാക്കിൽ നിന്ന് എടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പച്ച കളർ തവള, അതിനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ ഒളവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് എത്ര വൈൽഡ് ലൈഫ് ഉണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കോവിഡിൻ്റെ സമയത്താണ്. ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും എങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ധരിച്ചിരിക്കുക. വീട്ടിലൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒരു റിസർവ്ഡ് ഫോറസ്റ്റിലോട്ടോ ടൈഗർ റിസർവിലോട്ടോ പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നമുക്ക് ഹെർപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഹെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ തവളയും പാമ്പുകളെയും നോക്കുന്ന പരിപാടി. രാത്രി എൻ്റെ വീട്ടിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്ട്രെച്ച് കാടാണ്. നമ്മുടെ നാട്ടിലുള്ള ചെറിയ പാക്ക്, അല്ലാതെ ചെറിയൊരു എന്താ പറയുക ഒരു ഏരിയയാണ്, പാച്ചാണ്. ഞങ്ങൾ രാത്രി ഇറങ്ങാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എന്തെന്നറിയോ, രാത്രി പാമ്പുകളെയും തവളകളെ കാണാൻ പറ്റി. അവിടെ നിന്നൊരു ഒരു സീസണിൽ ഫസ്റ്റിലെ കോവിഡാന്ന് തോന്നുന്നു, ആ സീസണിൽ ഞങ്ങൾക്കൊരു 10-15 സ്പീഷീസോളം പാമ്പുകളെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റി. ആ ഏരിയയിലും ഈ പെർട്ടിക്കുലർ സ്നേക്ക്, അതായത് ഹംനോസ് സ്പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞ ഒരു സ്നേക്ക് ഉണ്ട്. ഇത് ആ ഏരിയയിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഞങ്ങൾ എക്സ്പേർട്സിന്, എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ അവരാണ് അവിടെ ഉണ്ടാകും, പക്ഷേ ഇത്രത്തോളം സാധനത്തിനെ കാണുന്നുണ്ട് എന്നുള്ളത്, അത് എൻ്റെ നാട്ടിൽ ഈ സാധനത്തിനെ കാണുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവായിരുന്നു. അന്നാണ് എൻ്റെ നാടും ഭയങ്കര മാജിക്കലാണെന്നും ഈ ചെറിയ പാച്ചസിനകത്ത് തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക്കായാലും സ്റ്റഡി പർപ്പസിനായാലൊക്കെ ഈ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. അപ്പം അത് അത്രയും എന്താ പറയുക ഈസിയാണ് ഈ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയുന്നത് നേച്ചർ ലവേഴ്സിന്. എനിക്ക് തോന്നുന്നു ഇപ്പം ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ ഇപ്പം ഫോട്ടോസൊക്കെ എടുക്കുന്നു, അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഈ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൊമെൻറ്റ്സ് ഒക്കെ. അപ്പം അമീർ ഇത്രയും ഫോട്ടോസ് എടുത്തതിൽ ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ആൾക്കാർ നല്ലതെന്ന് പറയുക അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആവുക, അതൊക്കെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്, എക്സ്ട്രീം ഹാപ്പി മൊമെൻ്റ് ആണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു മൊമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ
അങ്ങനെ ഒരു ഹാപ്പി മൊമെന്റ് ഏതാണ്? അതായത് ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസാണ് ചെയ്യാറ്. അത് എൻ്റെ സ്റ്റൈലാണെന്നൊന്നും പറയുന്നില്ല, പലരും ചെയ്യുന്ന ഒരു സ്റ്റൈൽ തന്നെ. എൻ്റെ ഒരു ടൈപ്പ് ഓഫ് എഡിറ്റിങ്ങും, അതായത് ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ കൊടുത്തിട്ടുള്ള കാമായിട്ടുള്ള ഒരു കാട്ടിൽ കയറി ചെന്ന് ഞാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. അതിനൊരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ നമ്മുടെ ഇങ്ങോട്ട് നിന്ന് ബ്രോ അമേസിങ്, എൻ്റെ ആ വീഡിയോ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പൊക്കി പറയില്ല, അത് എന്താ പറയുക, എക്സ്പേർട്സ് തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചില വീഡിയോസൊക്കെ കണ്ടിട്ട് ടൈഗേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട്, അതിൽ പാമ്പുകളുടെ വീഡിയോസ് ഉണ്ട്, തവളകളുടെ വീഡിയോസ് ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് എന്തെന്നറിയോ, അവർ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരത. ആളുകൾ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് ആമിർ വീസ് അല്ലേ, നിൻ്റെ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഫീലിംഗ്. കാരണം വെച്ചാൽ നമ്മൾ വേറെയുള്ള ആളുകളെ കോപ്പി ചെയ്തിട്ട് അത് ചെയ്യുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല. എന്നാൽ പോലും ഉണ്ടല്ലോ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ആകുന്നുണ്ട് എന്നുള്ളൊരു ബോധം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷം. അപ്പം അങ്ങനെ ഫോട്ടോസിനും വരാറുണ്ട്, വീഡിയോസിനും വരാറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക വലിയ അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ച ഒന്ന് തന്നെയാണ് ക്യാമറ ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. അത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഹാപ്പിനെസ്സിലേക്ക് ക്യാമറനെ കൊണ്ടുവരികയാണെങ്കിൽ ക്യാമറ എത്രത്തോളം ഹാപ്പിനെസ് ആണ് അമീറിന് നൽകുന്നത്? ക്യാമറ എന്നോട്, ഞാൻ തമാശക്ക് പറയാറുണ്ട്, അതായത് എന്നോട് 2 കാര്യങ്ങൾ ചോദിക്കരുത്. എൻ്റെ വണ്ടിയും എൻ്റെ ക്യാമറയും ചോദിക്കരുത്, ഞാൻ രണ്ടും തരില്ല. ഇറ്റ്സ് ലൈക്ക് ഐ മാരീഡ് ദം. എൻ്റെ ക്യാമറ വേറെ ഉള്ള എടുത്ത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ടല്ല, എനിക്ക് അത്രയും ഇതാണ്. എൻ്റെ വണ്ടി അങ്ങനെ തന്നെ, ഞാൻ ഭയങ്കര ഡ്രൈവിങ് ക്രേസിലാണ്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് മിക്കവാറും ഇന്ത്യയിലുള്ള ഫോറസ്റ്റിലൊക്കെ പോകാറ്. കാരണം അത്രക്കും ഒരു ഇതാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്നതല്ല, അത് ഒരു നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണെന്ന്. ഞാൻ എൻ്റെ ക്യാമറയോടും എൻ്റെ വണ്ടിയോടൊക്കെ സംസാരിക്കലുണ്ട്. ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നും. എൻ്റെ ക്യാമറയെ കിസ് ചെയ്തൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് ഞാൻ ഒരു കനോണിൻ്റെ ഒരു R6 എന്ന് പറഞ്ഞൊരു ബോഡി എടുത്തു. ആ ബോഡി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ ബോഡി എടുക്കണോ എന്നുള്ളത്. അങ്ങനെ ഞാനൊരു ലെപ്പേർഡ് റിസർവിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഭയങ്കര ക്ലട്ടറാണ്, ഈ പുല്ലിൻ്റെ ചില്ലകൾ. അതിനകത്തൊരു ചെറിയ ലെപ്പേർഡിൻ്റെ കുഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആർക്കും ആ ലെപ്പേർഡിനെ, അവരൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറാസും കമ്പനിയും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അവർക്കതൊന്നും തന്നെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എവിടെ കുഞ്ഞിനെ കാണുന്നുണ്ട്, നോക്ക്, ഡ്രൈവർ കാണിച്ചെന്നു, കാണില്ല ശരിക്ക്. ഞാൻ എൻ്റെ കണ്ണ് കണ്ടു, ഞാൻ ഒറ്റ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഇത് കനോണിന് സംഭവം എന്ന് പറയില്ല കേട്ടോ, കനോണ് അത്ര സംഭവമാണെന്ന് എനിക്കറിയില്ല. എന്നാലും ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ചില സമയത്ത് ഇങ്ങനെ ഫോക്കസ് അണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ഫ്രണ്ടിൽ ഇതുണ്ടെങ്കിൽ, ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിൽ. അപ്പം ഈ സമയത്ത് അവൻ എന്ത് ചെയ്യുന്നു, അത് പെർഫോം ചെയ്തു. അപ്പം എനിക്ക് അവനോടൊരു പ്രത്യേക താല്പര്യം. അങ്ങനെ ഞാൻ അവനെ കിസ് ചെയ്തു. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണ്? കാരണം ഇപ്പം നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പം ഒരു കാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുക, പിന്നെ അതൊക്കെ എടുത്തിട്ടായിരിക്കും തിരിച്ചു വരിക, അങ്ങനെ ഒരു ജേർണി ആയിരിക്കുമല്ലോ. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ വൈഫും മോളും എൻ്റെ കൂടെ സഫാരിക്ക് വരാറുണ്ടായിരുന്നു, ഇതുപോലെ ട്രിപ്പിനൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ചെറിയൊരു കുഞ്ഞും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒന്ന് നിർത്തി വെച്ചതാ. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് അവർ പോകാറില്ല. പക്ഷേ അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഭയങ്കര ലോങ് സ്ട്രെച്ച് ആയിട്ടുള്ള ടൂറുകളൊക്കെ പോകുന്ന സമയത്ത് ഇനി എന്നാ നാളെ വരുമെന്ന് ചോദിക്കും. ഇതുവരെ കിട്ടിയിട്ടില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറയും. അപ്പം ഓക്കെ, പ്രശ്നമില്ല, എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ എടുക്കാൻ പോയ സംഭവം എക്സൈറ്റഡ് ആണെന്നുള്ളത് നമുക്ക് അവർക്ക് എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്നും എനിക്ക് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവാറില്ല. എന്തായാലും സിനിമറ്റോഗ്രാഫർ ആകുക എന്നാണ് ഡ്രീം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറയുന്ന ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും അല്ലെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അല്ലെങ്കിൽ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു നെക്സ്റ്റ് ഒരു സിനിമ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റൊക്കെ ഏതായിരിക്കും? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പിന്നെ ഒരു വൈൽഡ് ലൈഫ് ഡോക്യുമെൻ്ററി ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടുണ്ട് ഡയറക്ടർ രാഹുൽ കെഷാജി. അവൻ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത അടിപൊളിയായിട്ട് ചെയ്ത 2 ഷോർട്ട് ഫിലിം ഉണ്ട്. അതായത് പിന്നെ മറ്റൊരു കടവിൽ കുളിസി എന്നൊക്കെ പറഞ്ഞ് ചെയ്ത പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റായിട്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതായത് അടവി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്ററൊക്കെ റിലീസ് ആയിട്ടുണ്ട്. അതായത് ഒരു വൈൽഡ് ലൈഫിൽ
കൂടുതലും വൈൽഡ് ലൈഫ് വരുന്ന കാട്ടിൽ നടക്കുന്ന ഒരു സംഭവം. അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിമോ മൂവിയോ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിലെനിക്ക് വൈൽഡ് ലൈഫ് എന്താ പറയുക എൻ്റെ ഒരു വൈൽഡ് ലൈഫ് ഫൂട്ടേജസും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ കോൺട്രിബ്യൂഷനായിട്ട് അതിലിപ്പോൾ വർക്ക് ചെയ്യാൻ എനിക്ക് ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു അഡ്വഞ്ചർ ടൈപ്പ് സാധനമാണ്. ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വൈൽഡ് ലൈഫ് റിയൽ ആയിട്ടുള്ള, അതായത് ഒരു കാണുന്നവന് സിനിമാറ്റിക് ലൈനിൽ കാണുന്നവന് യെസ് ഇറ്റ്സ് എ ഡ്രാമ, ആനിമലും അതിൽ അഭിനയിക്കുന്നവരും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൽപ്പനികത വർക്കാവും. ബട്ട് ദ റിയലായിട്ട് എന്താ പറയുക വളരെ എന്താ പറയുക ആനിമൽ ഒരു മനുഷ്യന് സ്പേസ് കൊടുക്കുന്ന ഒരു തരം ഡ്രാമാറ്റിക് അല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം. അതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇപ്പം ഓണാണ്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസിനും അതുപോലെ മൂവീസിനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇതല്ലേ, ഭയങ്കര എന്താ പറയുക അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം വൈൽഡ് ലൈഫിനെ അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ട് ആ പ്രൊജക്റ്റിനെ. അപ്പോൾ വൈൽഡ് ലൈഫിനെ എൻഡോസ് ചെയ്യുന്ന രീതിയിലൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം, ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗം ആകാൻ ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ്. അത് മൂവി ആക്കാനൊന്നും പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മണിപ്പുരയിലാണ്. അപ്പം അതിലൊരുപാട് വൈൽഡ് ലൈഫ് എന്താ പറയുക ഷോർട്സുകൾ കാണാം. അപ്പം അതൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളും വെയിറ്റ് ചെയ്യും. കാരണം കാടിനെ ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരാൾ, കാട്ടിലെ മൃഗങ്ങളെ അവരുടെ ഫോട്ടോസിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ആ ഒരു വിഷ്വൽസ് എല്ലാം കൂടി ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മളും എക്സൈറ്റഡ് ആണ്. എന്തായാലും ഇനി ഈ ക്യാമറ കണ്ണുകളിൽ ഒരുപാട് മൊമെൻറ്റ്സും ഡ്രീം ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക്സ്.